ഞാനിപ്പോൾ ഫോണും കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ആലപ്പുഴ വരെ പോകാൻ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് വേഗം വാ, ഞാൻ റെഡിയാണ്, നമുക്ക് ആലപ്പുഴ പോകാൻ, നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ രാവിലെ പോകാമെന്ന് പറഞ്ഞതാണ്. അൺഫോർച്യുനേറ്റ്ലി ലേറ്റായി. അവിടെ ചെന്നപ്പോഴേക്കും അവൻ റെഡി ആയെന്ന് പറഞ്ഞാൽ ലാപ്പും നോക്കി നിൽക്കുന്നു. വർക്ക് ഫ്രം ഹോമാന്ന് പറഞ്ഞ് ഇങ്ങനെയും കാണിക്കാവൂ? എപ്പോഴും ഉള്ളതാണ് ഇത് തന്നെ പണി. എവിടെ പോകാമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻ ലാഗടിപ്പിക്കും. അങ്ങനെ വണ്ടിയെല്ലാം തിരിക്കുക, അവിടെ ഇട്ട് തിരിക്കാനുള്ളതിന് അവൻ അവിടെ ഇട്ട് തിരിക്കാതെ നേരെ മാസ് കാണിക്കാമെന്ന് പറഞ്ഞ് റിവേഴ്സ് എടുത്ത് പോരും. അങ്ങനെ റിവേഴ്സ് എല്ലാം എടുത്തു. അങ്ങനെ വണ്ടി പയ്യെ തിരിച്ച് വണ്ടിയൊക്കെ കയറി. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് അവിടെ ഷോറൂമിൽ ഇരിക്കുന്നത്. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് രാവിലെ വരുമെന്ന് പറഞ്ഞാൽ, പിന്നെ ഇവൻ്റെ വർക്ക് കാരണം രാവിലെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞത്തേക്ക് നമ്മൾ ഈ പ്ലാൻ മാറ്റി. അങ്ങനെ അവനെ വിളിച്ച് ഓരോ കാര്യമെല്ലാം പറഞ്ഞ് ഇന്നാണ് കാര്യങ്ങൾ, നമ്മൾ കണ്ട് വരുന്നുണ്ട്, ഒരു അരമണിക്കൂർ മാക്സിമം ആലപ്പുഴ വരെ വന്നാൽ മതിയല്ലോ, ട്രാഫിക്കൊന്നും കാണത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അരമണിക്കൂറും പറഞ്ഞ് ഞങ്ങൾ നേരെ പോവുക. ആ ഒരു പ്രതീക്ഷ ഞങ്ങളങ്ങ് വണ്ടി വിട്ടു. അങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ച, അതായത് 9ഉം 10ഉം, 9-ാം തീയതി 10 മണി തൊട്ട് ഈ AC റോഡിൻ്റെ പള്ളാത്തുരുത്തിലോട്ടുള്ള പാലം അടച്ചിടുക. അതിൻ്റെ കോൺക്രീറ്റ് പണിയും പാലത്തിൻ്റെ ബീമിൻ്റെ എല്ലാം പണി കാരണം ശനിയും ഞായറും നമുക്ക് ഈ വഴി പാസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വണ്ടികളും നമ്മുടെ മങ്കൊമ്പിൽ നിന്ന് കയറി ചമ്പക്കുളം കയറി അവിടെ നിന്ന് നേരെ എസ്സങ്കവല വഴിയാണ് ആലപ്പുഴയിലോട്ട് വരേണ്ടത്. അത് എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ബിക്കോസ് ആരെങ്കിലും ശനിയും ഞായറും എമർജൻസി ആയിട്ട് ഈ വഴി വന്നാലോ, അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് പറയുക. ബ്ലോക്ക് കിട്ടത്തില്ലെന്ന് കുറച്ച് അത്യാവശ്യം ബ്ലോക്കെല്ലാം കിട്ടി. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ആലപ്പുഴ ഓടിയെത്തി. ചുങ്കത്താണ് നമ്മുടെ ഷോറൂം. ചുങ്കത്ത് മാരുതിയുടെ പുലറിലാണ് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്നത്. അങ്ങനെ സർവീസ് സെൻറ്ററിൽ വന്നു. അതൊക്കെ നിന്നപ്പോൾ നമ്മൾ വിളിച്ചായിരുന്നു, കൂട്ടാനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾ എൻട്രി എല്ലാം ചെയ്യും, ഞാൻ കണ്ടാൽ വരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എൻട്രി ചെയ്യാൻ വേണ്ടി അവിടെ നിന്നു. നോക്കിയപ്പോൾ കുറേ വണ്ടിയെല്ലാം അവിടെ കിടപ്പുണ്ട്. കുറേ മാരുതിയുടെ വണ്ടി സർവീസിന് വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കണ്ട് നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻട്രി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അതോട്ട് പോകുമ്പോൾ ആ സൈഡിലായിട്ട് നിൽപ്പുണ്ടെന്നാണ്. അങ്ങനെ അവൻ എൻട്രി ചെയ്യാനുള്ള കാര്യം, കിലോമീറ്ററും അത് ഇതും എല്ലാം പറഞ്ഞു കൊടുത്തു. വണ്ടിയുടെ ഡീറ്റെയിൽസും RC ഓണറിൻ്റെ എല്ലാം പറയണമായിരുന്നു. അതെല്ലാം പറഞ്ഞ് ഫോൺ നമ്പറെല്ലാം പറയാൻ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ, വിഷ്ണു എന്നാണ് പേര്. നേരെ നമ്മൾ പുള്ളിയെടുത്ത് കണ്ടു. പുള്ളിയെടുത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വണ്ടി കയറ്റാമെന്ന് പറഞ്ഞു. കാര്യം ഓൾറെഡി നമ്മൾ ലേറ്റായല്ലോ. അങ്ങനെ പുള്ളി നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയി. നേരെ വണ്ടി എടുത്ത് നേരെ അകത്തോട്ട് കയറ്റുക. നമ്മളെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, അതിനാണ് വാതിക്കെ നിന്നത്. നമ്മൾ വന്നു, നേരെ അകത്ത് ചെന്നു, വണ്ടി നേരെ ലിഫ്റ്റൊക്കെ കയറ്റി. ഇതിൻ്റെ മെയിനായിട്ട് നമ്മുടെ ഗാർഡ് കുറച്ച് പോയായിരുന്നു, അത് റെഡിയാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. സർവീസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത പാർട്സ് വന്നെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. അത് ഞാനിന്ന് മെയിനായിട്ട് വന്നു. അങ്ങനെ താണ്ട ഈ പാർട്സാണ് പൊട്ടിയത്, അതെല്ലാം ചേഞ്ച് ചെയ്തു പുതിയ പീസ് വെച്ചു. അതിൻ്റെ ക്ലിപ്പെല്ലാം നോക്കി അതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പയ്യെ തെറിച്ച് അവിടെ നിന്നൊരു കുലുക്കി സർവത്തും കുടിക്കാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നൊരു ഹോളിക്സ് കുലുക്കി എല്ലാം പറഞ്ഞ് ആർട്ടർമ്പിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങളവിടെ നിന്ന് ഹോളിക്സ് കുലുക്കി എല്ലാം കുഴിച്ച് നിന്നപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കോൾ വന്നു. പിന്നെ പറഞ്ഞ് നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഓടി ചെന്നു. ക്യാഷ് അടയ്ക്കുന്ന കൗണ്ടറിൽ ചെന്നു, ക്യാഷ് അടച്ചു. അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരൻ വണ്ടിയും കൊണ്ട് വന്നു. വണ്ടിയും കൊണ്ട് അതൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കി വണ്ടിയുടെ കാര്യം പണിയെല്ലാം പക്കയായിട്ട് അവർ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റായിട്ട് വന്നാലും അവർ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് പക്കയായിട്ട് നമുക്ക് സർവീസ് എല്ലാം ചെയ്തു തന്നു. അതുപോലെ വാഷിങ്ങും ഉണ്ടായിരുന്നു, വാഷിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ പോപ്പുലറിൽ നിന്ന് ഇറങ്ങി നേരെ അതും കഴിഞ്ഞ് വരുന്ന വഴി വണ്ടിക്കൊരു സൈഡ് വലിവ് പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അങ്ങനെ പെട്രോൾ അടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളും അടിച്ച് നേരെ ഇനി വീട്ടിലോട്ടൊരു പോക്ക്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി വണ്ണസിൻ്റെ ഗ്ലൈഡർ ഞങ്ങളെ ലൈറ്റൊക്കെ അടിച്ച് കാണിച്ച് അവർക്കൊരു ഹായ് ഒക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ പോവാണ് വീട്ടിലോട്ട്. ഇനി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അടുത്ത പരിപാടിയായിട്ട് എവിടെയെങ്കിലും പോകണം കാണും. ആ ഒരു പ്രതീക്ഷയിൽ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയാവുന്നവരൊന്ന് പറയുക, അറിയാവുന്നവരൊന്ന് നേരിട്ടും പറയാം. അപ്പോൾ ഓക്കെ, സൈനിങ്. താങ്ക് യു.